ഡ്രൈവേഴ്സ് അസോസിയേഷൻ CATU പെരുമ്പാവൂർ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി MP സോമന്തഭദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ പെരുമ്പാവൂർ ഏരിയ സമ്മേളനം പ്രസിഡന്റ് PM സലീമിന്റെ അധ്യക്ഷതയിൽ PR ശിവൻ സ്മാരക ഹാളിൽ ചേർന്നു. AB സലീം അനുശോചന പ്രമേയവും KR സുരേഷ് കുമാർ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. പെരുമ്പാവൂർ മേഖലാ സെക്രട്ടറി രാംദാസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി MP സോമന്തഭദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം വർഷങ്ങളായി ഉയർത്തിപ്പിടിക്കുന്ന അഭിമാനകരമായ നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളും മതനിരപേക്ഷ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ ഭരണഘടനയും ചെല്ലുകയാണ്. ഇന്നലെ പാർലമെന്റിൽ പാസാക്കിയ പുതിയ നിയമം ഭരണഘടനയെ പച്ചയായി പിച്ചിക്കീറുക എന്നതാണ് അമിത്ഷാ അവതരിപ്പിച്ചത്. ദേശാന്ത തലക്കെട്ടുകൾ വായിച്ചാൽ അറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മന്ത്രിക്ക് നേരെ ആരോപണങ്ങളോ ആക്ഷേപം വരുന്നാൽ ആ മന്ത്രിയെ മന്ത്രിസ്ഥാനത്ത് മാറ്റാൻ ലക്ഷ്യം നേരെയാണ്. കള്ള ആരോപണങ്ങളും കള്ള കേസുകളും കെട്ടിച്ചമച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത പ്രതിപക്ഷ ഗവൺമെന്റുകളെ തകർക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ലക്ഷ്യം അതിനകത്തുണ്ടെന്നാണ്. ആരെ കൊണ്ടെങ്കിലും ആക്ഷേപം ഉന്നയിച്ചിട്ട് ആ മന്ത്രിക്ക് ആക്ഷേപം വന്നിരിക്കുന്നു, ആ മന്ത്രിയെ പിൻവലിക്കണം, ഒഴിവാക്കണം എന്ന് നിയമം പോലും നടപ്പാക്കാൻ പോവുകയാണ്. കാരണം പാർലമെന്റിന്റെ ബഹിഷ്കൃതമായ സന്ദർഭത്തിലും അതിന്റെ പാസ്സാക്കിയിരിക്കുകയാണ്. ഇതെല്ലാം ജനാധിപത്യ സംവിധാനങ്ങളുടെ തകർക്കലാണ്. അസോസിയേഷൻ ഏരിയ സെക്രട്ടറി MB ബഷീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പെരുമ്പാവൂർ മുനിസിപ്പൽ പരിധിയിലോടുന്ന ഓട്ടോറിക്ഷകൾക്ക് ബോണറ്റ് നമ്പർ സംവിധാനം കൃത്യമായി നടപ്പിലാക്കണം. അനധികൃതമായി നിരവധി വാഹനങ്ങൾ പല സ്റ്റാൻഡുകളിലും കിടന്നോടുന്നത് നിരവധി ക്രമസമാധാന പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മുനിസിപ്പൽ ഭരണാധികാരികളും പോലീസ് RTO ഉദ്യോഗസ്ഥരും അടിയന്തരമായി ഇടപെട്ട് ബോണറ്റ് നമ്പർ സംവിധാനം കൃത്യതയോടെ നടപ്പിലാക്കണമെന്നും സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. CATU ഏരിയ സെക്രട്ടറി സുജു ജോണി, ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം TV രാജൻ, സ്റ്റേറ്റ് കമ്മിറ്റി അംഗം എൽദോ ഡേവിഡ്, CV ജിന്ന, KE നൌഷാദ്, പെരുമ്പാവൂർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി PC ബാബു, MP ഷാജി എന്നിവരും സംസാരിച്ചു. അസോസിയേഷൻ ഏരിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. നകുലൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.